ഗണേഷ് കുമാറിന് വേണ്ടി പത്തനാപുരത്ത് വോട്ട് പിടിക്കാൻ പോയി. അതിനുശേഷം കരിയോയിൽ അഭിഷേകം ഉൾപ്പെടെ പോസ്റ്ററുകളിൽ വന്നു. ചില ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം വന്നു. അതിനെക്കുറിച്ച് എന്താ തോന്നിയത്? അതിനെക്കുറിച്ച് എനിക്ക് ഇന്നും മനസ്സിലായിട്ടില്ല എന്താണ് സംഭവം എന്നുള്ളത്. കാരണം ഗണേശേട്ടന് ഞാൻ വേണ്ടി ഗണേശേട്ടന്റെ പാർട്ടി എന്താന്ന് പോലും എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ലായിരുന്നു. ഞാൻ പോയത് ഗണേശേട്ടൻ എന്ന് പറയുന്ന വ്യക്തിയോടുള്ള എന്റെ ഒരു അടുപ്പം കൊണ്ട് മാത്രമാണ്. ഗണേശേട്ടൻ ഇനി ഏത് പാർട്ടിക്കാരനായാലും ഞാൻ പോവും ഗണേശേട്ടൻ വിളിച്ച. കാരണം എന്റെ ചേട്ടന്റെ സ്ഥാനത്ത് ഞാൻ കാണുന്ന ഒരാളാണ്. ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ വിഷയം തന്നെ എന്റെ ജീവിതത്തിൽ വന്ന വളരെ മോശമായിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ എന്നെ സഹായിച്ചത് ഗണേശേട്ടനാണ്. ഗണേശേട്ടന് അതിന്റെ ആവശ്യമൊന്നുമില്ല, എന്നെ വന്നിട്ട് സഹായിക്കേണ്ട ആവശ്യമില്ല. നീ ഏത് പാർട്ടിക്കാരിയാന്ന് ചോദിച്ചിട്ടുമല്ല ഗണേശേട്ടൻ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നത്. ഗണേശേട്ടൻ ഞങ്ങളുടെ ഇടയിൽ വന്ന് അങ്ങനെ നിന്ന് മധ്യസ്ഥത്തിൽ നിന്നതുകൊണ്ട് മാത്രമാണ് ഈ പ്രശ്നങ്ങൾ എത്രയും പെട്ടെന്ന് ഇങ്ങനെ അത് തീർന്നു പോയത്. അപ്പൊ ആ ഒരു വലിയൊരു നന്ദി എനിക്കും എന്റെ കുടുംബത്തിനും അദ്ദേഹത്തോടുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു അങ്ങനെയുള്ള ഒരു സമയത്ത് അത് ചെല്ലുക എന്ന് പറഞ്ഞാൽ എന്റെ ഒരു കടമയായിട്ട് എനിക്ക് തോന്നുള്ളൂ. ഒരു ഫംഗ്ഷന് ചെന്നപ്പോ ഇപ്പൊ സാറ് പറഞ്ഞ പോലെ അപ്പൊ എനിക്കറിയില്ല ഈ കരിങ്കൊടി കാണിക്കണത് മോശമാണെന്നൊന്നും എനിക്കറിയില്ല. അപ്പൊ ഞാൻ എന്റെ അടുത്ത് കരിങ്കൊടി കാണിക്കുമ്പോ ഞാൻ അവരോട് താറ്റയൊക്കെ പറഞ്ഞു, എനിക്കറിയില്ല. അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോ അകത്ത് അവരുടെ ആരോ ഫോട്ടോ എടുക്കാൻ വന്നു. അപ്പൊ എന്റെ അടുത്ത് എന്ത് പറയണു, ഞാന് നിങ്ങളുടെ എതിർ പാർട്ടിയാകുന്നു പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു എന്റെ എതിർ പാർട്ടി. അപ്പൊ ഞാൻ എന്ത് പാർട്ടിയാ? നിങ്ങൾ കോൺഗ്രസ് അല്ലേ, ഞാൻ നിങ്ങളുടെ എതിർ പാർട്ടിയാന്ന് പറഞ്ഞു. ഞാൻ ഈശ്വര എന്താ ഇങ്ങനെയൊക്കെ നമ്മള് മനസ്സാവാതെ അറിയാതെയല്ലേ ഓരോ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്നൊക്കെ പറയണ പോലെ നിങ്ങൾ എന്നെ പാർട്ടിക്കാരിയാക്കി ഇതൊക്കെയുള്ള ഒരു